ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ വന്ന ഒരു സ്കാലപ്പ് നെക്കാണ്. ഒരു 9 ഇഞ്ച് വരുന്ന ബാക്ക് നെക്കും അതേപോലെ അതുമായിട്ട് കോമ്പാക്ട് ചെയ്ത് ഒരു 7 ഇഞ്ച് വരുന്ന ഫ്രണ്ട് നെക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പേപ്പർ ക്യാൻവാസിൽ. അതിനുശേഷം നമുക്കൊരു 3 ഇഞ്ച് വിടുത്ത്, അതായത് പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ച് വെക്കുവാണ്, രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് വെക്കുവാണ്. അപ്പം 3 3 6 ആണ് ടോട്ടൽ വിടുത്ത്, പ്ലസ് ഒരു 2 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് വരുന്നത്. അപ്പം അത് തമ്മിലുള്ള ജോയിൻ്റ് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു കോൺ ആകൃതിയിൽ അടിയിലേക്ക് ഒരു 1 ഇഞ്ച് ക്യാപ്പ്, അതായത് അടിയിലൊരു 1 ഇഞ്ച് ക്യാപ്പ് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പം അത് എന്താണ് ഷോൾഡർ ഇടിഞ്ഞ് വരും. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു കട്ടിങ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ സ്ക്വയർ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കാലപ്സിൻ്റെയൊക്കെ നീളം ഒരു 1.5 ഇഞ്ച് വരും. അതുപോലെ തന്നെ യൂനെക്കിലാണ് നമ്മൾ സ്കാലപ്പ് വരുന്നത്. അപ്പോൾ യൂനെക്കിൻ്റെ അതേ ഷേപ്പിലായിരിക്കും സ്കാലപ്പ് വരുന്നത്. അപ്പോൾ സ്കാലപ്പ് ഡിസൈനൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്, അത് ഡോട്ടഡാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത് അത്യാവശ്യം നല്ല പ്രോസസ്സാണ്, നല്ല ടൈം എടുക്കുന്നതാണ്. സോ അത് മൊത്തം കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ്, സ്കാലപ്പ് എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ സ്കെയിൽസും കറക്റ്റായിട്ടാണോ വന്നേക്കുന്നത്, നമ്മുടെ കറക്റ്റ് ലെവലിലാണോ സ്കാലപ്സ് വരുന്നേക്കണെന്ന് നോക്കണം. അത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും നമ്മളിങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് അത് ചെറിയൊരു കർവ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അടിയിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സോ അത് വൈകുന്ന കട്ട് ചെയ്ത് റെഡിയാക്കുവാണ്. സോ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതൊരു ഡിഫോൾട്ടാണ്. സോ അത് അങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കാണ്, നമ്മൾ പറഞ്ഞ പോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തതും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഒരു കോട്ടണിലേക്ക് ഇത് ഫ്യൂസ് ചെയ്യാം, കോട്ടൺ ലൈനിങ്ങിലേക്ക് ഇത് ഫ്യൂസ് ചെയ്യാം. അപ്പോൾ കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കോട്ടൺ ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിട്ടുള്ള അയൺ വെച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ പ്രോപ്പറായിട്ട് പതുക്കെ വേണം പ്രസ് ചെയ്തെടുക്കാൻ. സ്കാൽപ്സ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ റഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്സ് പൊങ്ങി പോകാൻ സാധ്യതയുണ്ട്. സോ അതിങ്ങനെ നമ്മൾ പതുക്കെ നമ്മൾ അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അയൺ ചെയ്തെടുത്ത സ്കാലപ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. സോ ഇനി നമുക്കത് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കട്ട് എടുത്ത പോർഷൻ ആ പേപ്പർ ക്യാൻവാസിലേക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് വരാൻ നമുക്ക് ഹെം ചെയ്യാനൊക്കെ പക്കയായിട്ട് നിൽക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് നെക്ക് കഴിഞ്ഞു, നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോർഷൻസ് ഉണ്ടാവും. സോ നമുക്കതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നീണ്ടിരിക്കുന്ന പോർഷൻസ് നമുക്കിങ്ങനെ നൈസായിട്ട് ക്ലീനായിട്ട് കട്ട് ചെയ്തിടാം. ഓക്കെ, നമുക്കിനി അതായത് ഫ്രണ്ട് നെക്ക്, ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ട് നെക്ക് അതായത് കോട്ടൺ ലൈനിങ് കറക്റ്റായിട്ട് ഫേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ നമുക്ക് സ്കാലപ്പ് നെക്ക് ഇതേ ഇപ്പോൾ ഇമേജിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതൊന്നും ജസ്റ്റ് ലോക്ക് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. കാരണം വെച്ചാൽ കറക്റ്റ് നെക്ക് കറക്റ്റ് സെൻറ്ററിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കണം നിർബന്ധമാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ സ്കാൽപ്പിൻ്റെ അതേ ഡിസൈനിൽ നമുക്ക് സ്ലോലി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഓരോ സ്കാൽപ്പിൻ്റെ അതേ ഡിസൈനിൽ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സോ അത് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രെയിറ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. മെഷീൻ നമുക്ക് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഓടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പവർ മെഷീൻ ഉണ്ടാവുകൊണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ പ്ലേസ് ചെയ്ത് അതുപോലെ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, അതേപോലെ ആ സ്കാലപ്പിൻ്റെ അതേ ഡിസൈനിൽ തന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളിങ്ങനെ മൊത്തം കട്ട് ചെയ്ത് മാറ്റണം. അതും അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്പീഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആ സ്റ്റിച്ചിങ് വന്ന് നിന്നതിന് ഒരു അല്പം മുന്നേ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിത് സ്കാലപ്പ് അത് തിരിച്ച് നേരെ പുഷ് ചെയ്ത ഈ പോർഷനകത്തേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ സ്കാലപ്സ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. സോ അങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് വരണമെങ്കിൽ ആ തുണി അതേപോലെ തന്നെ മടങ്ങി ഇടിഞ്ഞ് കയറി വരണം. നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് മടങ്ങിക്കഴിഞ്ഞാൽ തുണി അങ്ങനെ വരത്തില്ല. സോ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുക്കാൻ നേരത്ത് ആ തുണി നമുക്ക് അതനുസരിച്ച് മടങ്ങി വന്നോളും. സോ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. കണ്ടോ, നമ്മളകത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് അകത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് പക്കയായിട്ട് നമ്മുടെ സ്കാലപ്പ് ഇങ്ങനെ കയറി വരും. അധികം ബലം പിടിച്ച് പുഷ് ചെയ്യരുത്, നമ്മൾ സർവ്വശക്തിയും ചെയ്ത് പുഷ് ചെയ്യരുത്. നമ്മളൊരു മീഡിയമായിട്ട് നമുക്കത് എന്തുവരം വരണം അത് വരുന്ന ഇത് വെച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ പുഷ് ചെയ്താൽ മതി. നമുക്കത് കറക്റ്റായിട്ട് വരും. നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് ആ സ്കാലപ്പിന് ഡിസൈൻസ് വരുന്നതെന്ന് നോക്കി. കണ്ടോ, അതിന് പ്രസ് ചെയ്ത് കറക്റ്റ് ചെയ്യുവാണ്. സോ നമ്മുടെ ഫ്രണ്ട് നെക്ക് ചെയ്ത് സ്കാലപ്പ് അതാകിയിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ള ഇതാണ്, അതായത് കട്ട് ചെയ്ത് പുഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഫിനിഷ് ലുക്കാണ് ഈ ഇത് വരുന്നത്. കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ ഒരു അകത്തേക്ക് നിൽക്കുന്ന പോലെയല്ല ഇരിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഒരു നെക്ക് പോലെ തന്നെ വരുന്നുള്ളൂ. അകത്തേക്ക് ആ കർവുള്ളതൊക്കെ കറക്റ്റ് ഷോൾഡർ കറക്റ്റായിട്ട് പാരലായിട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഇതുപോലെ തന്നെ ലൈനിങ് നമ്മുടെ സ്കാലപ്പ് നെക്ക് പ്ലേസ് ചെയ്ത ശേഷം ചേർക്കും. കണ്ടോ, ഇതിപ്പം നമ്മളത് ഫിനിഷായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ആ പേപ്പർ ക്യാൻവാസിലേക്ക് നമ്മൾ ലൈനിങ് മടക്കി അടിച്ചതിൻ്റെ ആ ഒരു ഫിനിഷ് കൊണ്ടാണ് നമ്മുടെ ഇത് കണ്ടോ, ആ യൂനെക്കിൻ്റെ കറക്റ്റ് അധികം വൃത്തികേടില്ലാതിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഹെം ചെയ്യാനൊക്കെ വളരെ നൈസായിരിക്കും. കണ്ടോ, എന്ത് ഫിനിഷായിട്ടാണ് നമുക്ക് ആ സ്കാലപ്സ് കിട്ടിയേക്കുന്നത്. സോ ഇതേപോലെ നമുക്ക് ഫിനിഷായിട്ടുള്ള സ്കാലപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഈവൻ ബ്ലൗസിലാവട്ടെ ചുരിദാറിലാവട്ടെ എന്തിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. താങ്ക് യു.